ഇയാളുടെതിരെ കേസ് ഫയൽ ചെയ്യുന്നില്ല? സോമോട്ടോ കേസ് എന്തുകൊണ്ട് ഗവൺമെന്റ് ഫയൽ ചെയ്യുന്നില്ല? പോലീസ് അന്വേഷണം എന്തുകൊണ്ട് ചെയ്യുന്നില്ല? ഇത് സ്വർണക്കള്ള, ശബരിമലയിൽ നടന്ന സ്വർണ മോഷണം, കോർട്ട് ചെയ്യുന്ന നടപടി, ഇതിനെല്ലാം ശ്രദ്ധ തിരിക്കാനാണ് CPM സർക്കാർ ഈ ഇലക്ഷന്റെ 10 ദിവസം മുമ്പ് ഇപ്പോൾ ഒരു കേസ് ഫയൽ ചെയ്തത്. നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തദ്ദേശ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും വലിയ വിവാദ വിഷയങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് 3 മാസങ്ങൾക്ക് മുമ്പ് സംസാരിച്ച അതേ വിഷയം ആളിക്കത്തിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിസന്ധിയിലായിക്കൊണ്ട് ഒരു ലൈംഗികാരോപണ പരാതി ചർച്ച ചെയ്യപ്പെടുന്നത്. ഇങ്ങനെ ഒരു പരാതി ഉയരുമ്പോൾ സ്വാഭാവികമായിട്ട് ജനങ്ങളും മാധ്യമങ്ങളും ഒക്കെ തന്നെ ഈ ഒരു വിഷയത്തിന് പിന്നിലേക്ക് പോകുകയും ചെയ്തു. ഇതോടുകൂടെ ചില ആളുകളുടെ കുതന്ത്രങ്ങളാണ് വിജയിച്ചിരിക്കുന്നത് എന്നും ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് നടത്തിയിട്ടുള്ള ഒരു നാറിയ കളിയാണ് എന്നതൊക്കെ വ്യക്തമാക്കി രംഗത്തെത്തിയിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ. BJP സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ കൃത്യമായിട്ടുള്ള പോയിന്റുകൾ എടുത്തെടുത്ത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്ന കാര്യമുണ്ട്. അതായത് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് എടുത്തു പറയാൻ പ്രത്യേകിച്ച് യാതൊരു മികവുമില്ല എന്ന് വ്യക്തമായതുകൊണ്ട് തന്നെ ഇനിയൊരു ഇടത് സർക്കാരിനെ ഇവിടുത്തെ പൊതുജനങ്ങൾ അംഗീകരിക്കില്ല എന്നുള്ള പൂർണ്ണമായിട്ടുള്ള ബോധ്യമുണ്ടായതുകൊണ്ട് ഇവിടെ രാഷ്ട്രീയപരമായിട്ട് ശബരിമല വിഷയം തങ്ങളെ ബാധിക്കുമെന്ന് മനസ്സിലായപ്പോൾ മറ്റൊരു വിഷയം കൊണ്ടുവന്നാൽ മാത്രമേ ഈ തിരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും ഒരു സാധ്യതയുള്ളൂ എന്ന് വ്യക്തമായതോടുകൂടെ CPM ഉൾപ്പെടെ നടത്തിയിട്ടുള്ള കളിയാണ് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ഈ ഒരു വിവാദം എന്നുള്ളതാണ് രാജീവ് ചന്ദ്രശേഖർ ചൂണ്ടിക്കാണിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. നമ്മൾ ഇന്നലെ കേട്ടു കോൺഗ്രസ് MLA, പാലക്കാട് കോൺഗ്രസ് MLA-ന്റെ എതിരെ പിന്നെ നമ്മുടെ ലെഫ്റ്റ് സർക്കാർ കേസ് ഫയൽ ചെയ്യുന്നു. ഇത് ഞങ്ങൾ എത്രയോ മാസം മുമ്പേ പറഞ്ഞൊരു കാര്യമാണ്. എന്തുകൊണ്ട് ഇയാളുടെതിരെ കേസ് ഫയൽ ചെയ്യുന്നില്ല? സോമോട്ടോ കേസ് എന്തുകൊണ്ട് ഗവൺമെന്റ് ഫയൽ ചെയ്യുന്നില്ല? പോലീസ് അന്വേഷണം എന്തുകൊണ്ട് ചെയ്യുന്നില്ല? അപ്പോൾ ഇന്നലെ നടക്കുമ്പോൾ നമ്മളൊന്ന് ആലോചിക്കണം, ഇത് എന്തുകൊണ്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്? കൃത്യമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് 100% എൻ്റെ ഒരു കോൺഫിഡൻസ്, ആത്മവിശ്വാസത്തോട് ഞാൻ മുമ്പോട്ട് വെക്കുന്ന ഒരു കാര്യം, ഇത് സ്വർണക്കള്ള, ശബരിമലയിൽ നടന്ന സ്വർണ മോഷണം, കോർട്ട് ചെയ്യുന്ന നടപടി, ഇതിനെല്ലാം ശ്രദ്ധ തിരിക്കാനാണ് CPM സർക്കാർ ഈ ഇലക്ഷന്റെ 10 ദിവസം മുമ്പ് ഇപ്പോൾ ഒരു കേസ് ഫയൽ ചെയ്തത്. ഇതില് ആർക്കും ഒരു സംശയം ഉണ്ടാവാൻ പാടില്ല. ഇത് CPM-ന്റെ ഒരു പൊളിറ്റിക്കൽ തന്ത്രമാണ്. ജനങ്ങളെ ശ്രദ്ധ തിരിക്കാൻ ഇലക്ഷന്റെ 10 ദിവസം മുമ്പ് ഈ ഒരു ഇഷ്യൂന് മുമ്പോട്ട് വെച്ച് നടന്ന ശബരിമലയുടെ കൊള്ള, ഇതിനെക്കുറിച്ച് ഡിസ്കഷൻ ഇവിടുന്ന് മാറ്റി വെച്ച് വേറെ ഏതെങ്കിലും ഒരു ഡിസ്കഷൻ തുടങ്ങാൻ ഒരു ശ്രമം. പക്ഷേ എലക്ഷൻ വരുന്നു, 10 ദിവസം മുമ്പ്, എലക്ഷന്റെ മുമ്പ് ഈ ഇഷ്യൂ ശരിയാണ്, ഇതിനെ ചർച്ച ചെയ്യണം. ചർച്ച ചെയ്യേണ്ടത് എന്താണ്? എന്തുകൊണ്ട് 3-3.5 മാസം ഇയാളെ ഒരു റെഡ് കാർപ്പറ്റും വെച്ച് അസംബ്ലിയിൽ കയറ്റിയ CPM സർക്കാർ ഇപ്പോൾ അയാളുടെ എതിരെ കേസ് ഫയൽ ചെയ്യുന്നു? ഞാൻ പറഞ്ഞ പോലെ ഇത് ജനങ്ങളെ വിഡ്ഢിയാക്കാനും ജനങ്ങളെ ശ്രദ്ധ തിരിക്കാനാണ് ഇവർ ചെയ്യുന്നത്. പിന്നെ ഇതൊന്ന്. രണ്ടാമത്തെ കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, കോൺഗ്രസിനെ കുറിച്ച് പറയുമ്പോൾ ഇതൊരു നാണമില്ലാത്തൊരു പാർട്ടിയാണ്. ഇയാളെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആക്കുമ്പോൾ തന്നെ ഈ റീൽ പൊളിറ്റീഷ്യൻ, ഈ റീൽ രാഷ്ട്രീയക്കാരനെ കുറിച്ച് എത്രയോ പരാതികൾ ഉണ്ടായിരുന്നു. എന്നിട്ടും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആക്കി, എന്നിട്ടും പാലക്കാടിന്റെ ജനങ്ങളുടെ തലയിൽ കെട്ടിവെച്ചു. ഇത് കോൺഗ്രസിന്റെ രാഷ്ട്രീയം. ശരി, കോൺഗ്രസിന്റെ രാഷ്ട്രീയം ഇതാണ്, നമ്മൾ എത്രയോ കൊല്ലമായിട്ട് കണ്ടതാണ്. പക്ഷെ CPM ആണ് ഇപ്പോൾ കോൺഗ്രസിന് പിന്തുണ കൊടുക്കുന്നത്. CPM-ഉം കോൺഗ്രസും ഒരുമിച്ച്, ഇന്ത്യ അലയൻസിന്റെ 2 പാർട്ണർ ഒരുമിച്ച് എങ്ങനെയെങ്കിലും ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ അവരൊരു ശ്രമം നടത്തുന്നു. ഞങ്ങൾ അത് സമ്മതിക്കില്ല. അത് ഞാൻ ആദ്യം പറഞ്ഞ കാര്യമാണ്. ഈ ഇലക്ഷനിൽ സ്വർണക്കൊള്ള, ശബരിമലയിൽ ചെയ്ത ദ്രോഹം, ശബരിമലയിൽ ചെയ്ത കൊള്ളയും, ശബരിമല ചെയ്ത തെറ്റും
ജനങ്ങളെ മുമ്പിൽ ഞങ്ങൾ അവതരിപ്പിക്കും, സൂചിപ്പിക്കും, അറിയിപ്പിക്കും. ഇത് എന്ത് സർക്കസ് ചെയ്താലും, എന്ത് കസരത്ത് ചെയ്താൽ CPM കോൺഗ്രസ് ചെയ്താലും ഇതിന് ശ്രദ്ധ ധരിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഓക്കെ, താങ്ക് യു. രാഹുൽമാങ്കൂട്ടത്തിനെ ന്യായീകരിക്കുന്ന ഒരു ധ്വനിയുണ്ട്. അതായത് അദ്ദേഹത്തിനെതിരെ ഇപ്പോ കേസെടുത്തത് ഇത് കോൺഗ്രസുകാർ പറയുന്ന ഒരു ആരോപണമാണ്. ഇത് തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണ്, സ്വർണ്ണക്കള്ളം മറക്കാനാണ് രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ തന്നെ ഇന്നലെ പറയുന്നുണ്ട്. അത് മറ്റൊരർത്ഥത്തിൽ ആവർത്തിക്കുകയാണെന്നാണ് ഞാൻ പറഞ്ഞു. അതില് ഒരു ട്രാൻസ്ലേഷൻ ആവശ്യമില്ലല്ലോ. ഞാൻ എന്താ പറഞ്ഞു? ഇത് ഈ രണ്ട് പാർട്ടിയും ഒറ്റ എന്താ ടുഗദർ അവര് ഒരുമിച്ച് ശ്രദ്ധ തിരിക്കാൻ നോക്കുന്നു. ശബരിമലയുടെ കൊള്ള ചെയ്തത് ആരാ? ഒരു സിസ്റ്റം. അത് എപ്പോ തുടങ്ങിയെന്ന് ഞങ്ങൾ ആദ്യം ദിവസം മുതൽ അന്വേഷണം നടക്കുന്നത് ഞാൻ ചോദിച്ചിട്ടില്ലേ? ഇത് ഇപ്പോഴൊന്നും തുടങ്ങിയത്. ഇത് CPM വരുന്ന മുമ്പ് തുടങ്ങിയ ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിന്റെ ഫോട്ടോഗ്രാഫ് സോണിയാഗാന്ധിന്റെ ഒപ്പം, ആന്റണിയുടെ ഒപ്പം, അടൂർ പ്രകാശിന്റെ ഒപ്പം നിങ്ങൾ കണ്ടതല്ലേ? അപ്പോ ഇത് ഈ ശബരിമല കൊള്ളയിൽ കോൺഗ്രസും CPM രണ്ട് പാർട്ടിയും ഒരുമിച്ച് തുടങ്ങിയും നടത്തിയ കൊള്ളയാണ്. അതിന്റെ അന്വേഷണമാണ് ഞാൻ പറയുന്നത്. സെൻട്രൽ ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസി നടത്തണമെന്ന് ഞാൻ അത് ആദ്യം മുതൽ പാർട്ടി പറഞ്ഞ കാര്യമല്ല. പക്ഷെ അതിന് ശ്രദ്ധ തിരിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എലക്ഷന്റെ 10 ദിവസം മുമ്പ് കേസ് ഫയൽ ചെയ്യുന്നത് ഇതില് CPM കോൺഗ്രസ് ഇന്ത്യ അലയൻസിന്റെ ഒരു പൊളിറ്റിക്കൽ തന്ത്രമാണ്, ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ ഒരു തന്ത്രമാണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. സമർപ്പിച്ചിരിക്കുന്ന ഒരു സംഘപരിവാർ സംഘടനയിൽപ്പെട്ട കോൺഗ്രസ് ഇതിന്റെ ഒരു പഴയ ചരിത്രമുണ്ട്. ഇത് എത്ര കൊല്ലമായിട്ട് എല്ലാവർക്കും അറിയാം. ഇന്ന് ഓർമ്മ വയ്ക്കുന്നൊരു സമയമാണ്. കോൺഗ്രസ് ഈ കൊള്ള ചെയ്യുമ്പോൾ, അവരെ പിടിക്കുമ്പോൾ ആദ്യം അവര് ചെയ്യുന്നത് എന്താണ്? ശ്രദ്ധ തിരിക്കുക. 26/11 ടെറർ അറ്റാക്ക് കഴിഞ്ഞിട്ട് കോൺഗ്രസ് എന്താ ചെയ്തത്? രാഹുൽ ഗാന്ധിന്റെ ഗുരുനാഥനായ ദിഗ്വിജയ് സിംഗ് പറഞ്ഞു അത് RSS ഹിന്ദു ടെററാണ്. 2G സ്കാം കണ്ടുപിടിച്ചപ്പോൾ UPA കോൺഗ്രസിന്റെ മന്ത്രി കപിൽ സിബൽ എന്താ പറഞ്ഞു? 0 ലോസ് ഉണ്ട്. കോൾ ബ്ലോക്ക് സ്കാം ഉണ്ടാവുമ്പോ കോൺഗ്രസ് മന്ത്രി എന്താ പറഞ്ഞു? P ചിദംബരം പറഞ്ഞു കോള് ഇങ്ങോട്ടും പോയില്ലല്ലോ, കോള് അണ്ടർ ദ ഗ്രൗണ്ട് അല്ലേ. അപ്പോ ഇതൊരു പഴയ ഒരു കോൺഗ്രസ് തല്ലിപ്പൊളി തന്ത്രമാണ്. പിടിക്കുമ്പോൾ, കൊള്ള ചെയ്ത് ട്രാപ്പ് ആവുമ്പോൾ എങ്ങനെയെങ്കിലും ശ്രദ്ധ തിരിക്കാൻ വേറെ ആരും പേരെടുക്കുക. അത് നമ്മൾ 26/11 കണ്ടതല്ലേ. അപ്പൊ ഇവിടെയും ചെയ്യുവര്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ശബരിമല വിഷയവും മറ്റ് വിവാദങ്ങളും ഒക്കെ പ്രാധാന്യമില്ലാതെ പോകും എന്നത് വ്യക്തമായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിംഗ് തന്നെയായിരുന്നു ഈ ഒരു വിഷയം എന്നാണ് രാജീവ് ചന്ദ്രശേഖർ ചൂണ്ടിക്കാണിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്നത് ഇതുവരെ അറസ്റ്റിലാകപ്പെട്ടിട്ടുള്ള എല്ലാവരും പ്രധാന കണ്ണികൾ എന്ന് പറയുന്നത് CPM നേതാക്കന്മാരാണ്. CPM ഭരിക്കുന്ന കാലത്ത് നടന്നിട്ടുള്ള വലിയ കൊള്ള. ശബരിമല എന്ന് പറയുന്നത് ഓരോ വിശ്വാസികളുടെയും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രം തന്നെയാണ്. ആ ഒരു ശബരിമലയിൽ അയ്യപ്പന്റെ മുന്നിലുള്ള സ്വർണം കവർന്നത് ഈ പറയുന്ന ഇതേ ഭരണകൂടത്തിൽപ്പെടുന്ന ചില ആളുകളാണ് എന്നുള്ള വിമർശനങ്ങൾ ശക്തമാകുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്കും അന്ന് മന്ത്രിയായിരുന്ന ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളിയിലേക്കും അടക്കം ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ പ്രതിപട്ടിക നീളുമോ എന്നുള്ള സംശയങ്ങൾ ആളിക്കത്തിയിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ചർച്ച ചെയ്യപ്പെടുന്നത്. അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗികാരോപണ പരാതി എന്ന് പറയുന്ന പരാതി കൊടുക്കും എന്ന്, അല്ലെങ്കിൽ പരാതിയുണ്ട് എന്ന് പറഞ്ഞിരുന്ന യുവതിയുടെ രാഹുൽ മാങ്കൂട്ടവുമായി സംസാരിക്കുന്ന ഒരു ശബ്ദ സന്ദേശം പുറത്തുവരുന്നത്. ഈ ശബ്ദ സന്ദേശം ആരാണ് പുറത്തുവിട്ടത്, അതിന്റെ പിന്നിലുള്ള ഹിഡൻ അജണ്ട എന്തായിരുന്നു എന്നതടക്കം തുടക്കം മുതൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ടു. ഇന്നിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ യുവതി പരാതി നൽകി നിർണായകമായിട്ടുള്ള മൊഴികളടക്കം കൊടുത്ത് കോൺഗ്രസിനെ വലിയ രീതിയിൽ ആശങ്കയിലാക്കി നിൽക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിച്ചത് CPM-ന്റെ തന്നെ കളിയാണ് എന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു വെക്കുകയാണ്. ഇത് തീർച്ചയായിട്ടും തിരഞ്ഞെടുപ്പ് തന്ത്രം തന്നെയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്.